കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ SFI ശ്രമമെന്ന് MSF കൗൺസിലർമാർക്കെതിരെ വ്യാജ പരാതികൾ നൽകുന്നതായി സംസ്ഥാന അധ്യക്ഷൻ PK നവാസ് ആരോപിച്ചു. വിമൻസ് കോളേജിലെ വിദ്യാർത്ഥിയാണെന്ന് അവകാശപ്പെട്ട് പരാതി നൽകിയത് ആൺകുട്ടിയാണെന്നാണ് ആരോപണം. കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരമാണ് നടന്നത്. സമീപകാലത്ത് ഏറ്റവും അധികം സർവകലാശാല യൂണിയൻ കൗൺസിലർമാരെ MSFന് ലഭിച്ചതും ഈ തെരഞ്ഞെടുപ്പിലാണ്. എന്നാൽ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ UUC-മാർക്കെതിരെ വ്യാജ പരാതികൾ SFI നൽകുകയാണെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ആരോപിച്ചു. ഇതുവരെ 42 വ്യാജ പരാതികളാണ് സർവകലാശാലയ്ക്ക് നൽകിയത്. ഈ പരാതി മോങ്ങം അൻവാറുൽ ഇസ്ലാം വുമൻസ് കോളേജാണ്. ഈ വുമൻസ് കോളേജിലെ പരാതിക്കാരന്റെ പേര് സോജീഷ് എന്നാണ്. ഒരു ആൺകുട്ടിയാണ്. ശരിയത്ത് കോളേജ് എന്ന് പറഞ്ഞാൽ മുസ്ലിം മതവിഭാഗങ്ങൾക്ക് ശരിയത്ത് പഠനം നടത്തുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട കോളേജുകളാണ്. ആ കോളേജിനകത്ത് ഒരു പരാതി അനഘ പ്രതീക്ഷനാണ് ശരിയത്ത് കോളേജിൽ പരാതി കൊടുത്തിട്ടുള്ളത്. അനഘ പ്രതീക്ഷൻ ശരിയത്ത് കോളേജിൽ പഠിക്കുന്നില്ല. കാലിക്കറ്റ് സർവകലാശാലയിൽ ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ SFI നേതാവിന് മാർക്ക് ദാനം നൽകിയത് ഇടതു അധ്യാപകരുടെ സഹായത്തോടെയാണെന്നും MSF ആരോപിച്ചു. ഈ 0 മാർക്ക് 6 മാർക്കാക്കി മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞ സർവകലാശാലയുടെ സിൻഡിക്കേറ്റും അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഗ്രീവൻസ് സെല്ലും വെൽഫെയറും ഒക്കെ ചേർന്ന് 6 മാർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതേ ബോഡി തന്നെ 2021 തള്ളിക്കഴിഞ്ഞ ഒരു വിഷയം 2023 ഡിസംബറിലേക്ക് എത്തുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ 0 മാർക്കുള്ള വിദ്യാർത്ഥിക്ക് 6 മാർക്കായി വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധിക്കാനാണ് MSF തീരുമാനം. 24 മലപ്പുറം.